നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 103 രൂപയിൽ നിന്നും 155 മലയാളികളുടെ കഞ്ഞികുടി മുട്ടും. വൻ പ്രതിസന്ധി. മത്സ്യലഭ്യതക്കുറവിൽ പ്രതിസന്ധിയിലായ തീരദേശത്തിന് ഇരട്ടിപ്രഹരമായി മണ്ണെണ്ണ വില വർധനവ്. സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന മണ്ണെണ്ണ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലേക്ക് മാത്രമേ തികയൂ എന്നിരിക്കെ മാസത്തിൻ്റെ ബാക്കി ദിനങ്ങളിൽ ഉയർന്ന വിലയ്ക്ക് മണ്ണെണ്ണ വാങ്ങി മത്സ്യബന്ധനത്തിനിറങ്ങേണ്ടി വരും. ലിറ്ററിന് 103 രൂപയായിരുന്നു മണ്ണെണ്ണ വില. 52 രൂപ 37 പൈസ വർദ്ധിപ്പിച്ച് 155 രൂപ 37 പൈസയായിട്ടാണ് ഉയർത്തിയത്. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ തീരം ചൂട് പിടിക്കുന്നതിനാൽ മത്സ്യങ്ങൾ ആഴക്കടലിലെ കാണപ്പെടുകയുള്ളൂവെന്നതിനാൽ തീരദേശത്ത് മാത്രമായി പ്രവർത്തിക്കുന്ന പരമ്പരാഗത യാനങ്ങൾക്ക് കൂടുതൽ ദൂരവും സമയവും താണ്ടിയാൽ മാത്രമേ മത്സ്യബന്ധനം സാധ്യമാവുകയുള്ളൂ. ഇന്ധനം കൂടുതൽ വേണ്ടിവരുന്ന ഈ മാസങ്ങളിൽ മണ്ണെണ്ണ വില വർധനവ് തൊഴിലാളികളുടെ കഞ്ഞികുടി മുട്ടിക്കും. കേരളത്തിൽ സർക്കാർ അംഗീകാരം ലഭിച്ച 14,342 ഏജൻസികൾക്ക് മത്സ്യഫെഡിൻ്റെ പമ്പുകൾ വഴി പ്രതിമാസം 140 മുതൽ 190 ലിറ്റർ വരെ മണ്ണെണ്ണ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നുണ്ട്. കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ മേഖലയ്ക്ക് നൽകിയിരുന്ന 25 രൂപയുടെ സബ്സിഡിക്ക് പകരം തിരഞ്ഞെടുപ്പ് കാലത്ത് 50 രൂപ നൽകിയത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതും ലാഭമല്ലാതായി മാറി. മത്സ്യത്തൊഴിലാളികൾക്ക് 25 രൂപയ്ക്ക് മണ്ണെണ്ണ നൽകുമെന്ന് 5 വർഷം മുമ്പ് നിയമസഭയിൽ ബഡ്ജറ്റ് അവതരണത്തിൽ മന്ത്രി പറഞ്ഞിരുന്നു. ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല. സബ്സിഡി എണ്ണ ഒന്നിനും തികയില്ല. വില വർദ്ധിച്ചതോടെ 50 തൊഴിലാളികൾ കയറുന്ന ഒരു ഇൻബോർഡ് വള്ളത്തിന് പ്രതിദിനം ശരാശരി 40,000 രൂപ ഇന്ധനത്തിന് ചെലവാകും. സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന മണ്ണെണ്ണ ഏതാനും ദിവസങ്ങളിലെ ഉപയോഗത്തിന് മാത്രമേ തികയുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ കൂടിയ വിലയ്ക്ക് വാങ്ങണം. ഇൻബോർഡ് എൻജിൻ യാനങ്ങൾക്കൊപ്പം ഉപയോഗിക്കുന്ന ഔട്ട്ബോർഡ് കാരിയർ വള്ളങ്ങൾക്ക് 40 HP-യുടെ 3 യൂണിറ്റുകൾ വരെയും ആവശ്യമാണ്. 40 HP-യുടെ ഒരു യൂണിറ്റിന് മണിക്കൂറിൽ കുറഞ്ഞത് 20 ലിറ്റർ മണ്ണെണ്ണ വേണ്ടിവരുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കൂടിയത് 52 രൂപ 37 പൈസ. മത്സ്യമേഖല വലിയ പ്രതിസന്ധിയിലാണ്. കടക്കെണിയിൽ അകപ്പെട്ടിരിക്കുന്ന മേഖലയെ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് സംസ്ഥാന പ്രസിഡന്റ് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി ആവശ്യപ്പെട്ടു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.